എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യാനുള്ളത്, നിങ്ങൾക്കൊരിക്കലും തൗഹീദിൽ മടുപ്പ് വരാൻ പാടില്ല. അത് കേൾക്കുന്നതിലാകട്ടെ, പറയുന്നതിലാകട്ടെ, പഠിക്കുന്നതിലാകട്ടെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലാകട്ടെ, നിങ്ങൾക്ക് അതിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. തൗഹീദിന്റെ കാര്യത്തിൽ മടുപ്പുണ്ടാകാൻ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഇതിന് മടുപ്പുണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ഖൈർ അവസാനിക്കുന്നതിന്റെ അടയാളമാണ്. കാരണം ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇത് പോയാൽ ഒരു നന്മയും ബാക്കിയില്ല. ഇതുണ്ട് എങ്കിൽ അവൻ ഏറ്റവും വലിയ നന്മ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ തൗഹീദ് നിസ്സാരവൽക്കരിക്കരുത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നവർ, അതിന്റെ പേരിൽ മേന്മ നടിച്ചിരുന്നവർ വരെ അതിനെക്കുറിച്ച് പറയാൻ മടി കാണിക്കാൻ. മദ്യവിമർശനം, മദ്യം നിരോധിക്കുന്നതിനെ കുറിച്ചും അതേപോലെ സമൂഹത്തിലെ മറ്റു തിന്മകൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. മദ്യം ഇത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഇരട്ടിക്കത്തി അവിടെ ഉണ്ടായിരുന്നു. വ്യഭിചാരം ഇവിടെ നിങ്ങൾ കേട്ട് പരിചയം പോലും ഇല്ലാത്തത് അവിടെ സംഭവിച്ചിരുന്നു. കുട്ടികളെ ജീവനോടുകൂടി അവിടെ കൊലപ്പെടുത്തിയിരുന്നു. ഇല്ല, ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത്. അതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കാനും മടിപാടില്ല, പറയാനും മടിപാടില്ല, പഠിക്കാനും മടിപാടില്ല, ഒന്നും നമുക്ക് മടിപാടില്ല. ഇതിലായിക്കൊണ്ട് മരിക്കാൻ ശ്രമിക്കുക, തൗഹീദിലായിക്കൊണ്ട് മരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയൊരു നിഅമത്ത് മനുഷ്യന് നൽകാനില്ല. അതുകൊണ്ട് ആ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഹീദുള്ളവരായി, അതിലേക്ക് ക്ഷണിക്കുന്നവരായി, അതിനുവേണ്ടി ജീവിക്കുന്നവരായി, അതിനുവേണ്ടി തർക്കിക്കുന്നവരായി നമ്മെ അല്ലാഹു ജീവിപ്പിക്കുകയും അതിൽ തന്നെ നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.